ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കാൻ ബ്രസീൽ ടീം ഇന്ത്യയിലേക്ക് ഒക്ടോബർ 3 സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യയുമായി സൗഹൃദ മത്സരം കളിക്കും. ആദ്യമായാണ് ഇന്ത്യൻ ടീം ബ്രസീലിനെതിരെ ഫുട്ബോൾ കളിക്കുന്നത്. സ്വപ്നമല്ല, യാഥാർത്ഥ്യം. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ഇന്ത്യയിലേക്ക്. 5 തവണ ലോകകപ്പ് വിജയിച്ച ബ്രസീൽ സൗഹൃദ മത്സരത്തിനായി ഇന്ത്യയിലേക്കെത്തും. ഒക്ടോബർ 3 ചരിത്രപരമായ മത്സരം. സമീപകാലത്ത് തിരിച്ചടികൾ നേരിട്ട ഇന്ത്യൻ ഫുട്ബോളിന് പുത്തൻ ഊർജമായിരിക്കും ബ്രസീലിന്റെ വരവ്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയമാണ് ചരിത്ര മത്സരത്തിന് വേദിയാകുന്നത്. ലോക ഫുട്ബോളിലെയും ക്ലബ് ഫുട്ബോളിലെയും നിരവധി വമ്പൻ ടീമുകളെ ഇതിനു മുൻപും സാൾട്ട് ലേക്ക് വരവേറ്റിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ 2 സൗഹൃദ മത്സരങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബ്രസീൽ ഇന്ത്യയിലെത്തുക. ടീമിലെ പ്രമുഖ താരങ്ങളെല്ലാം മത്സരത്തിനായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫിഫ റാങ്കിങ്ങിൽ മുൻനിരയിലുള്ള ഒരു ടീമിനെതിരെ ഇന്ത്യ ആദ്യമായാണ് കളിക്കാനിറങ്ങുന്നത്. നിലവിൽ ബ്രസീൽ 5ാം സ്ഥാനത്തും ഇന്ത്യ 138ാം സ്ഥാനത്തുമാണ്. ഇന്ത്യൻ പുരുഷ ടീം ആദ്യമായാണ് ബ്രസീലിനെതിരെ കളിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ബ്രസീലിനെതിരായ മത്സരം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എം സത്യനാരായണൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുട്ബോൾ ശക്തികളിൽ ഒന്നിനെതിരെ സ്വന്തം മികവ് പരീക്ഷിക്കാനുള്ള അപൂർവ അവസരമാണിതെന്ന് ദേശീയ ടീം ഡയറക്ടർ സുബ്രത പോളും വ്യക്തമാക്കി. ബ്രസീലിന് പുറത്ത് ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള രാജ്യത്തിലൊന്നാണ് ഇന്ത്യയെന്നും ബ്രസീലിന്റെ വിജയങ്ങൾ ആഘോഷിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ ഇന്ത്യയിലുണ്ടെന്നും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷനും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. 1977 ബ്രസീൽ ഇതിഹാസം പെലെ ന്യൂയോർക്ക് കോസ്മോസിനായി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ മോഹൻ ബഗാനെതിരെ കളിച്ച ശേഷമാണ് ബ്രസീൽ ദേശീയ ടീം വീണ്ടും ഇന്ത്യൻ മണ്ണിലെത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.